ക്രിസ്തുവിൻ്റെ ആനുകൂല്യം കിട്ടണം, ആശ്വാസം കിട്ടണം, ആത്മശക്തി കിട്ടണം, നിലനിൽപ്പ് കിട്ടണം, അതിജീവനം കിട്ടണം. അതുപോലെ തന്നെ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ക്രിസ്തു സഭയിലുണ്ട്. ക്രിസ്തു സഭ ക്രിസ്തുവിൻ്റെ കുദാശയാണെന്ന് മനസ്സിലാകും. അപ്പോൾ ആരാധനാക്രമത്തിൻ്റെ വെളിയിൽ ഒരു കുദാശവൽക്കരണത്തിൻ്റെ സാധ്യതയാണ് മിഷൻ പ്രവർത്തനം നമുക്ക് നൽകണത്. നമ്മൾ 4000 കൊല്ലവും അത്താഴെ തന്നെ താമസിച്ചാൽ അങ്ങനെ താമസിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ നിത്യരക്ഷയ്ക്ക് അത് സഹായകമാണ്, ഉപകരിക്കും. പക്ഷെ മറ്റുള്ളവരുടെ നിത്യരക്ഷ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നാവടക്കുക, പണി ചെയ്യുക. 11 പേരെയും പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ പുറത്തേക്ക് പോവുക, ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് സുവിശേഷം. ഞാൻ നേടിയെടുത്ത നിത്യരക്ഷ അവർക്ക് അവകാശമോഹര്യമാകും, അനുഭവേദ്യമാകും. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശം കൈമാറണം ജീവിതത്തിലൂടെ. അങ്ങനെ ഒരു ബോധം നമുക്ക് വന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വാല്യൂ ആഡഡ് ആയിട്ടുള്ള മൂല്യവർദ്ധിതമായിട്ടുള്ള വിശ്വാസികളായി മാറും. ദൈവതിരുസന്നിധി സമ്പന്നരായി മാറും. അപ്പോൾ പിന്നെ നമുക്കധികം നമ്മുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. കാര്യം എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ ആളല്ലോ, ദൈവത്തിന് അറിയാമല്ലോ. അപ്പോൾ അതിനെ സംരക്ഷിക്കുകയും വളർത്തുകയും നിലനിർത്തുകയും ചെയ്യേണ്ട ദൈവത്തിൻ്റെ ചുമതലയല്ലേ. അപ്പോൾ നമ്മുടെ വളർച്ച ദൈവത്തിൻ്റെ ഒരു വിഷയമായിട്ട് നമ്മൾ മിഷനായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം. നമ്മുടെ ദൈവത്തിന് വേണ്ടിയുള്ള നമ്മുടെ മിഷനിലൂടെ നമ്മുടെ വളർച്ച ദൈവത്തിൻ്റെ മിഷനായിട്ട് ഉയർത്തിക്കൊണ്ട് വരണം.